ഇൻഡോറിൽ നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് വന്നതാണേ. വൈകുന്നേരത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങിയിട്ട് ദാ ഇപ്പം എഴുന്നേൽക്കുന്നതേ ഉള്ളൂ. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ നമ്മൾ എണീറ്റിരിക്കുകയാണ്. എല്ലാരും നല്ലോണം ഉറങ്ങി. അതെ, ഞങ്ങള് കുത്തി ഉണർത്തിയതാ. സമയമായി. അതെ, ഇപ്പൊ തന്നെ എല്ലാരും കഴിച്ചിട്ട് പോയിട്ടുണ്ടാവും. നമ്മളാണ് ക്ഷീണം കാരണം എല്ലാരും ഉറങ്ങിപ്പോയി. രാവിലെ കഴിച്ചില്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കത്തില്ല പരിപാടി. ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങണ്ടേ. പിന്നെ ഇവിടെ നല്ല അടിപൊളി ഇവിടുത്തെ നമുക്ക് വേണം വെളിയിൽ നിന്ന് കഴിക്കാം. നമുക്ക് എന്തായാലും നമ്മളെല്ലാവരും പേ ചെയ്തേക്കുണ്ട്. അപ്പൊ നമ്മള് കഴിക്കാന്നുള്ളതാണ്. പുറത്ത് പിന്നെ എക്സ്ട്രാ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ പുറത്ത് പോകുമ്പോഴും നമുക്ക് കഴിക്കണം. രാവിലെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് തിരക്കി പുറത്ത് പോകേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് പോയി കഴിച്ചു കഴിഞ്ഞാൽ അതും കഴിയുമല്ലോ. ഇവരുടെയൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് കൊതിയും കൂടെ ഉണ്ട്. നല്ല ഇവർക്കുണ്ടല്ലോ, ഇവരുടെ മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് മോർണിംഗില് പൊഹ ജിലേബിയാണ്. പൊഹയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അവലുണ്ടല്ലോ, അവല് വെച്ചിട്ടുണ്ടാകുന്ന ഒരു ഐറ്റമാണ്. അവല് കുതിർത്തിട്ട് ഇങ്ങനെ കടുകൊക്കെ പൊട്ടിച്ച് അങ്ങനെ ഉണ്ടാക്കുന്ന ഐറ്റം. നല്ല രുചിയാണ്. നമ്മുടെ ഈ പൊഹ ഉപ്പുമാവ് പോലെ ഇരിക്കും. അവല് ഉപ്പുമാവ് പോലെ അല്ലേ? അതെ, അവല് ഉപ്പുമാവ് പോലെ. അങ്ങനെ ആയിരിക്കും. അവലുപ്പുമാവായിരിക്കും. പൊഹ, അവരെന്താ ഈ പൊഹ എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. അതെ, അവലിന്റെ പേര് പൊഹാന്നാ, അതുകൊണ്ടാണ് ചിലപ്പോ അങ്ങനെ പറയുന്നത്. ഫിനിഷ് അല്ല ഹിന്ദിയില്. ജിലേബി, കുറച്ച് ഉള്ളി, സവാള അരിഞ്ഞത്, പച്ചമുളക്, അതും ഇതൊക്കെയാ. നല്ല ചായ. ഇൻഡോറിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഐറ്റം ആണ് പൊഹ ജിലേബി. ഇവിടെ പൊഹ ജിലേബി കഴിച്ചുകൊണ്ടാണ് ഓൾമോസ്റ്റ് 90% ആൾക്കാർ ദിവസം തുടങ്ങുന്നത്. ഫുള്ള് നിങ്ങൾക്ക് പൊഹ ജിലേബി കിട്ടാത്ത എല്ലാ സ്ട്രീറ്റിലും എല്ലാവരും കാണും, എല്ലാരും കഴിക്കും. അതെ. പിന്നെ ചായ, കച്ചോടി, അത് ഇതൊക്കെ ഉണ്ട്. കച്ചോരിയാണോ? കച്ചോടി എന്നും പറയുന്നവരുണ്ട്, കച്ചോരി എന്നും പറയുന്നവരുണ്ട്. അത് നമ്മുടെ ഈ സമൂസ ഒക്കെ പോലെ സ്ലാങ് അനുസരിച്ച് ഇങ്ങനെ. പിന്നെ റൊട്ടി, അത് ഇത് മറ്റൊരു ഒരുപാടുണ്ട്. നമുക്ക് എന്തായാലും പോയിട്ട് കഴിച്ചിട്ട്. ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കുട്ടാ ഗുഡ് മോർണിംഗ്. അച്ഛേ, സൗണ്ട് ഒക്കെ വല്ലാതായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇന്നലെയാണ് ഫ്രണ്ട്സിനോട് ഒക്കെ എനിക്ക് ചെവി ഒന്നും കേൾക്കുന്നില്ല. വൈകിട്ട് ചെല്ലണം എന്നൊക്കെ പറഞ്ഞ അവര്. വൈകിട്ട് ചെല്ലണം, ഇവിടുത്തെ ഇൻഡോർ സ്പെഷ്യലൊക്കെ തരാം, അതായതാന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിട്ട് തരാന്നൊക്കെ പറഞ്ഞു. ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ്. അതെ, ഇഷ്ടമാണ് പോവാൻ. പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ഒരുപാട് പേരെ കാണാനുണ്ട്. അവര് മാത്രമല്ല, അതുകൊണ്ടാണ്. അതെ, പല കാര്യങ്ങളും ചെയ്യാനും കാണാനും ഒക്കെ ഉണ്ട്. അപ്പൊ ഷാരിയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ഇവിടെ പഴയ. അതെ, അവിടെ ഒന്ന് പോണം അല്ലേ? കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പൊ അതെല്ലാം ചെയ്യണം. അതിനൊക്കെ ആയിട്ട് വന്നതാണ് നമ്മള്. അപ്പൊ ഏവക്കൂട്ട എണീക്കടാ. ഹലോ, ഇത് എത്ര നേരം കിടന്നുറങ്ങുന്നേ? അയ്യോ അച്ഛേ, എണീക്കടോ ചക്കരക്കുട്ട, എണീക്കടോ. അപ്പം തിന്നാൻ പോവാടോ. ആർക്കും ഇഷ്ടമല്ല. അപ്പൊ പിള്ളേരാണേലും വലിയവരാണേലും നമ്മളിങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പിന്നെ ഇത് വെറുതെ ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യല്ലോ ഒരിക്കലും. അതെ, നമ്മളെ സ്നേഹത്തോടെ വിളിക്കണം ഒരു ഉമ്മയൊക്കെ കൊടുത്ത്. അതെ, പിന്നെ പിള്ളേരോട് ചൂടാകില്ല രാവിലെ എണീറ്റ ഉടനെ ഒന്നും. അതൊക്കെ ചിലപ്പോ അവരുടെ ഒരു ദിവസം പോകാനുള്ള ഒരിതാണ്. ഇപ്പൊ നമ്മളോട് തന്നെ, ഇപ്പൊ നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോ ഇപ്പൊ അച്ഛനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ ദേഷ്യപ്പെടുമ്പോഴോ അവരുടെ ഒരു ദിവസം അത് പോവാണ്. സോ നമ്മളിങ്ങനെ സ്നേഹത്തോടെ കൊഞ്ചിച്ച് വിളിക്കണം അല്ലേ? കൊഞ്ചിച്ച് വിളിച്ചില്ലെങ്കിൽ ഞാൻ തല്ല് കൊടുത്ത് അങ്ങനെ വിളിക്കണം. കൊഞ്ചലേ കൊഞ്ചലൊന്ന് എണീക്കാവോ? അപ്പൻ തിന്നാൻ പോവാ. കൊഞ്ചലേ വേണ്ട, കൊഞ്ചലിന്റെ വീഡിയോ എടുക്കണ്ട. ഓക്കെ, എങ്കിൽ ഞങ്ങൾ റെഡി ആവാം കേട്ടോ. പൊന്നു ചാച്ചിക്കോ ആദ്യത്തെയൊക്കെ പോയി അപ്പം നിന്നിട്ട് വരട്ടെ. ഇവിടെ കിടന്ന് ഉറങ്ങിക്കോളൂ. ഉറങ്ങിക്കോളോ?
ഉറങ്ങും കേട്ടോ, ഉറക്കം മാറിയിട്ടില്ല. നല്ല ക്ഷീണമുണ്ട്. അല്ലെങ്കിൽ വിളിച്ചോണ്ടെങ്കിൽ എണ്ണീറ്റ് വരുന്ന കിടക്കട്ടെ. അതെ, പക്ഷെ നമുക്ക് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കാൻ ഒക്കത്തില്ലല്ലോ, വന്ന കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അപ്പം വാ പെട്ടെന്നാവട്ടെ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. ആ സമയത്ത് ഇത് റൂം ക്ലീനിങ് ഉണ്ട്, അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ അവർ വന്നിട്ട് ചെയ്തോളും. അപ്പം ഗ്രൗണ്ട് ഫ്ലോറിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് ഇതാ പോഹയും ജിലേബിയും പിന്നെ ചോലെ ഭട്ടൂരയുമാണ് എടുത്തിട്ടുള്ളത്. പണ്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് സ്ഥിരം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ പോഹയും ജിലേബി. പിന്നെ ഉള്ളത് സാബുദാനയുടെ കിച്ചടിയാണ്. സാബുദാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചൗവരി ഇല്ലേ, ആ ചൗവരി വെച്ചിട്ട് ഇവരിങ്ങനെ കിച്ചടിയൊക്കെ ഉണ്ടാക്കും. ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കര ദൈവവിശ്വാസികളൊക്കെ ആണല്ലോ, അപ്പോൾ ഇവർ ഈ ഉപവാസത്തിൻ്റെ സമയത്തൊക്കെ ഈ ഒരു സാധനങ്ങളൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. ചൗവരി വെച്ചിട്ടുള്ള എന്താ പറയുന്നത് കിച്ചടി, അതും ഇതും അങ്ങനെയൊക്കെ. ഇതിനും എല്ലാത്തിനും നമുക്ക് നല്ല എരിവ് തോന്നുന്നുണ്ട്, കാരണം ഇവർ ഇതിനൊക്കെ കടുക് പൊട്ടിക്കുന്ന സമയത്ത് പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ എരിവിൻ്റെ കൂടെ നമ്മൾ ഒരു ജിലേബിയും കഴിച്ചു, പിന്നെ ഇവിടുത്തെ ഒരു ഇൻഡോർ സ്പെഷ്യൽ ചായയും കൂടെ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് അടിപൊളിയാണ്. കുറേ നാളായില്ലേ പോഹയൊക്കെ കഴിച്ചിട്ട്. എൻ്റെ അഭിപ്രായത്തിൽ പോഹയും ജിലേബിയൊക്കെ നമ്മൾ സ്ട്രീറ്റിൽ പോയി തന്നെ കഴിക്കണം, എന്നാലേ ഒരു സുഖം കിട്ടത്തുള്ളൂ. ആ വൈബും അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാലും ആൾക്കാരെയൊക്കെ കണ്ടിട്ട് നമ്മൾ ഈ വലിയ വലിയ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നതിൽ നല്ലത് നമ്മൾ അവിടെ പോയി കഴിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ. തീർന്നോ? ഇനി എന്താ പൊന്നു വേണ്ടേ? ഇഡലി തരട്ടെ അച്ഛാ? ഇഡലി ഇഡലി തരട്ടെ? അപ്പോൾ ഏർക്കിനും ഇഡലി കൊടുക്കാം. എന്താ നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡിനെല്ലാം. ശരിക്കും ആ ഒരു പഴയ, അതായത് നമ്മൾ നേരത്തെ കഴിച്ചിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു നൊസ്റ്റാൾജിയോ അല്ലെ ഓർമ്മയൊക്കെ വരത്തില്ല പല കാര്യങ്ങളും. പണ്ടെപ്പോഴോ കഴിച്ചൊരു ഫുഡ് കഴിക്കുമ്പോൾ ആ സമയത്ത് കുറെ കാര്യങ്ങളും കൂടെ നമുക്ക് ഓർമ്മ വരും. എനിക്ക് അങ്ങനെ വരുന്നുണ്ട്, ആർക്കെങ്കിലും അങ്ങനെ വരുമെന്ന് അറിയത്തില്ല. എനിക്ക് ഫുഡിന്റെ ടേസ്റ്റ് തന്നെ ഓർമ്മ വരുന്നുള്ളൂ. എനിക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്, നമ്മൾ പുറത്തൊക്കെ പോയി കഴിച്ചതും. അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് ഇനി പോവാല്ലോ. തീർന്നു, ഇവിടെ ഒരാളെ തീർന്നെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത്. അപ്പം എന്തെങ്കിലും കൊടുക്കട്ടെ. അതെ, ഹേവക്കുട്ടനും ജിലേബി കൊടുത്തിട്ടുണ്ട്, അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ജിലേബി. എങ്ങനെയുണ്ടോ ഫുഡ്? നല്ല ഫുഡാണ്, ഇൻഡോറി ഫുഡാണ് എല്ലാം, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല അല്ലേ? അല്ലെങ്കിൽ നമ്മൾ അത്രയ്ക്ക് പ്രൊഫഷണൽ ആയിട്ട് ഷെഫോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ എന്തെങ്കിലും ഷെഫായിട്ട് ജോലി ചെയ്തവർക്ക് അവർക്കൊക്കെ ആ റിയൽ ടേസ്റ്റ് ഉണ്ടാക്കാൻ. കാരണം ഇപ്പൊ ഇവിടെ ഉള്ളവർക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡ് എത്ര ഉണ്ടാക്കിയാലും ശരിയാകത്തില്ല. ഒരു സാമ്പാറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു കഷ്ണം ഉള്ളത്തില്ല. അതേപോലെ തന്നെയാണ് ഇവരുടെ പരിപ്പ് കറി, ഇവരുടെ ദാൽ കറിയൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാലും ശരിയാവത്തില്ല, ഒരിക്കലും ആവത്തില്ല. ദാൽ കറി പോലെ ഇരിക്കും, എന്നാലും മനസ്സിലായില്ലേ? റിയൽ ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ ആ നാട്ടുകാർ തന്നെ ഉണ്ടാക്കണം. അവരെ ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ ആണ്. എൻ്റെ ഏവയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇഡ്ഡലി, വട, ചമ്മന്തി, ജിലേബി, കുറച്ച് ഫ്രൂട്ട്സും അതും ഇതൊക്കെയാണ് ഏവ കഴിക്കുന്നത്. പിന്നെ ഓട്സ് അല്ലല്ലോ, കോൺഫ്ലേക്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അങ്ങോട്ട് ഇതുവരെ ജെറ്റ്ലാഗ് അങ്ങോട്ട് മാറിയിട്ടില്ല ഏവയ്ക്ക്, ഞങ്ങൾക്ക് ആർക്കും മാറിയിട്ടില്ല. പിന്നെ ചായ ഉണ്ട് കേട്ടോ, ഇൻഡോറിലെ ചായ പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്തൊരു സ്ട്രോങ്ങും ആണ്, ഭയങ്കര ക്രീമി ആയിട്ടുള്ള ചായ. അതെ, കുഞ്ഞൊരു ഗ്ലാസ് ആണ്. വിനോദിനാണെങ്കിൽ ഇതിൽ ഒരു 5-6 ഗ്ലാസ് വേണം. ഭയങ്കര ഇഷ്ടമാണ് ചായ. ഞാനും ഇൻഡോറിൽ വന്നിട്ട് ഇപ്പൊ ചായ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് എത്ര നാളായെന്നറിയാം, പക്ഷെ ഇൻഡോറിൽ ചായ കുടിച്ചില്ല അതൊരു നഷ്ടമാണ്. ചായ കുടിക്കും. കുഞ്ഞിന് പാലൊഴിച്ചാലാ, ഇത്ര സ്ട്രോങ് ആയിട്ട് കുഞ്ഞ് കുടിക്കത്തില്ല. അപ്പം എന്തേ ജിലേബി ഒന്ന് കഴിച്ച് നോക്കട്ടെ. ജിലേബി കഴിച്ചിട്ട് ഇത് ഷുഗറാണ്, പക്ഷേ എന്താ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ വന്നെങ്കിൽ അതൊന്ന് ടേസ്റ്റ് ചെയ്യാതെ പോകുക എന്നുള്ളത് വളരെ മോശമാണ്. എന്നാച്ചാ ദേവക്കുട്ടൻ കഴിക്കുന്നതാണ് ജിലേബി, എടുത്തു തരാന്നൊക്കെ പറയുന്നുണ്ട്. അതങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കടിച്ചു തിന്നും. പാടാ തോന്നുന്നത്. ഞാൻ കഴിച്ചു കാണിക്കാം. നമ്മുടെ നാട്ടിലെ ജിലേബിയേക്കാളും കുറച്ച് ഡിഫറൻസ് ഉണ്ടല്ലേ? നമ്മുടെ ഇങ്ങനെ ഒരു സോഫ്റ്റ് ആണ്, കുറച്ച് ഇത് അകം സോഫ്റ്റും വെളി കുറച്ച് ക്രിസ്പിയാണ്. ഇങ്ങനെ കടിക്കുമ്പോൾ ആ ഒരു സൗണ്ട് കേൾക്കും. പിന്നെ ജ്യൂസ് ഇങ്ങനെ ചാടി വെളിയിൽ വരും, മധുര വെള്ളം ടേസ്റ്റ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ജിലേബി ആകുന്നത്. അടിപൊളിയാണ് കേട്ടോ, പല പല മെമ്മറീസ് വരും നമുക്ക് ഇതൊക്കെ കഴിക്കുമ്പോഴത്തേക്ക്. ഇഷ്ടപ്പെട്ടോ? ഏവക്കൂട്ടൻ അപ്പൊ വട വേണ്ട, വിനോദം എടുത്ത് കഴിക്കാണ്. അതെ, വടയൊന്നും വിനോദനോട് കഴിക്കണം. എന്തോ അർത്ഥം വെച്ച് പറഞ്ഞതാണോ? അല്ല, ഓക്കെ. കൊള്ളാവോ? നാട്ടിലെ ടേസ്റ്റ് ഉണ്ടോ? ഒരു ടേസ്റ്റ് അല്ലേ? ഏവയാണെങ്കിൽ ഭയങ്കര ബഹളമാണ്, ചായ വേണമെന്നും പറഞ്ഞ്. ഭയങ്കര സ്ട്രോങ് ടീ അല്ലേ ഇവിടുത്തെ?
കുടിച്ചല്ലേ? പക്ഷെ നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ചായക്ക്. ചിലപ്പോൾ അതായിരിക്കും, ടേസ്റ്റ് കിട്ടിയോണ്ടായിരിക്കും. നല്ല സൂപ്പർ ചായ അല്ലേ? ചക്കരയാ, ചക്കരയല്ലേ കൂട്ടാ? മൂടി കെട്ടിത്തരും. ഇപ്പൊ നൊർസുനെ കാണാൻ പോകും. അത് എടുത്തോണ്ട് വന്ന് എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോ വിനോദ് ഇഡ്ഡലി സാമ്പാറും കഴിച്ചോണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് വിനോദേ? സാമ്പാറൊന്നും കൊള്ളത്തില്ല. ഇതുകൊണ്ടില്ലേ, ഇതില് കഷ്ണങ്ങളൊന്നും ഇല്ല, പിന്നെ വെള്ളം പോലെ കിടക്കുക, പിന്നെ ചെറിയൊരു മധുരം ഉണ്ട്. അത് ഇഡലിക്കാണോ സാമ്പാറിനാണോ എന്ന് മനസ്സിലാവുന്നില്ല. അതെ, കാരണം ഇവരുടെ സൗത്ത് ഇന്ത്യനും അങ്ങനത്തെ ഫുഡുകളൊന്നും അത്ര നല്ലതൊന്നുമല്ല. പക്ഷെ നോർത്ത് ഇന്ത്യന്റെ എല്ലാ ഫുഡും അടിപൊളിയാണ്. ഇഡലി സാമ്പാറൊക്കെ തമിഴ്നാട്ടിലെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ കഴിക്കണം. അതെ, ചട്നി കൊള്ളാം, പക്ഷെ സാമ്പാർ കൊള്ളില്ല. അപ്പൊ എന്താണ് നമ്മുടെ അടുത്ത പരിപാടി? അടുത്ത സൂവിൽ പോവല്ലേ നമ്മള്? സൂവിൽ പോണം, പിന്നെ ഒരു ചർച്ച ഉണ്ട്, അവിടെ പോണം. നൊർസുനെ കാണണം. ഇവയ്ക്ക് നൊർസുന, നൊർസു എന്ന് വെച്ച് കഴിഞ്ഞാൽ എലിഫന്റിനെ കാണാന്ന് പറയുന്നത്. തിക്കറി, തിക്കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈഗർ. ഓക്കെ, ഫിനിഷില്ല കുഞ്ഞല്ല. അപ്പീന വെച്ച് കഴിഞ്ഞാൽ മങ്കി. ഏതൊന്നും കഴിച്ചില്ല. അപ്പോൾ എല്ലാവരും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇൻഡോർ സൂവിലേക്കാണ്. അപ്പോൾ ഏവക്കുട്ടൻ ആദ്യമായിട്ട് മൃഗങ്ങളെയൊക്കെ കാണാൻ പോവാണ്. സിംഹവും കരടിയും ആനയൊക്കെ കഥകളിലും കാർട്ടൂണുകളിലും പടങ്ങളിലും ഒക്കെ മാത്രമാണ് അവൾ കണ്ടിട്ടുള്ളത്. ഇന്ന് അവൾ അതെല്ലാം നേരിട്ട് കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ അവർ നമ്മുടെ റൂം എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു. വാ, ഹലോ, ഗുഡ് മോർണിംഗ്. അതെ, നമ്മള് പോകുമ്പോ നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ അവിടെ വെച്ചാൽ മതി. ക്ലീൻ ചെയ്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോഴത്തേക്ക് ബോട്ടിൽസ് ഒക്കെ ഫില്ല് ചെയ്തു, എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ കപ്പുകളും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തു. അങ്ങനെ ഡസ്റ്റ്ബിൻ എല്ലാം ക്ലീൻ ചെയ്തു, എല്ലാം റെഡിയാക്കി, നീറ്റാക്കി. വാഷ്റൂം ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. ബെഡും എല്ലാം വിരിച്ചിട്ടുണ്ട് അല്ലേ? അടിപൊളി. ബോട്ടോ? ഓക്കെ, എൻ്റെ ചെരുപ്പ് എടുത്തിട്ട് ബോട്ടാന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ എല്ലാരും റെഡി ആയിട്ടുണ്ട്. വിനോദ് അപ്പം കാറ് വിളിക്കുന്നുണ്ട് ഓൺലൈനിൽ. അതെ, ഏവ ആദ്യമായിട്ട് സൂവിൽ പോകാൻ പോവാണ്. അപ്പം ഫസ്റ്റ് ടൈം എല്ലാ മൃഗങ്ങളെയും ഏവക്കൂട്ടം കാണാൻ പോവാ. അപ്പൊ നമ്മള് വീണ്ടും വെളിയിലേക്ക് പോവാണ്. ഏവക്കൂട്ടനെ സംബന്ധിച്ചിടത്തോളം വണ്ടി വലിയ കാഴ്ചയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതമൊന്നും ആയിരിക്കത്തില്ല. അതെ, പക്ഷെ ഏവക്കൂട്ടന് വലിയ വൈബുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ സൂവിൽ പോവാണ് മൃഗങ്ങളെയൊക്കെ കാണാനായിട്ട്. അതെ, മൃഗങ്ങളെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. എവിടെ പോണം? അവിടെ ലിഫ്റ്റാ. കുഞ്ഞിനിപ്പോ അറിയാല്ല. അപ്പം ലിഫ്റ്റിൽ കയറി പോണോന്നാ കുഞ്ഞ് പറയുന്നത്. ഇതാ കണ്ടോ, എവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ നമ്മുടെ ഹോട്ടലിന്റെ. അതെ, എന്തോ നല്ല രസമുണ്ട് കാണാൻ. വാവ്. എവിടെ പോവാടാ? ഇപ്പൊ പോവാ. OTP പറഞ്ഞു കൊടുക്കട്ടെ. അപ്പം നമ്മുടെ കാറ് വന്നിട്ടുണ്ട്. നമ്മളിനി നേരെ സൂവിലേക്കാണ് പോകുന്നത്. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. സമയം ഉച്ചയായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല മഴക്കാറാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ മൂടിക്കിടക്കുന്നത്. നല്ല തിരക്കുണ്ട് നിരത്തിലെല്ലാം. പിന്നെ കൂടാതെ ഇന്നാണെന്നുണ്ടെങ്കിൽ ഗണേശ ചതുർത്ഥിയാണ്. ഇവർക്ക് ഭയങ്കര ആഘോഷമാണ് ഈ ഒരു ഉത്സവം. ഇന്നു മുതൽ ഒരു 10 ദിവസത്തോളം ഗണേശ വിഗ്രഹം ഇങ്ങനെ വീടുകളിലും അല്ലെന്നുണ്ടെങ്കിൽ കടകളിലും പിന്നെ ഇതുപോലെ വലിയ വലിയ ചൊരാഹുകളിലും, അതായത് വലിയ വലിയ ജംഗ്ഷനുകളിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പൂജിച്ചിട്ട് 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവരിത് കൊണ്ടുപോയി നിർമ്മാർജ്ജനം ചെയ്യും. ഇന്നലെ പറഞ്ഞ ഐ ബസിന്റെ കാര്യം ഇതാണ് കേട്ടോ. ഇതാണ് ആ ബസ് മാത്രം പോകുന്ന റൂട്ട്. ഐ ബസ് ഇതാണില്ലേ, ഇതിലേക്കുള്ള ബസ് മാത്രമേ പോകത്തുള്ളൂ. ബസ് സർവീസിന് വേണ്ടിയിട്ട് മാത്രമുള്ള റോഡാണത്. അത് കണ്ടില്ലേ, ഐ ലവ് ഇൻഡോർ. ഗണേശ് ചതുർത്ഥിയാണ്. അപ്പം എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഗണേഷ്ജിയുടെ വിഗ്രഹങ്ങൾ ഇങ്ങനെ എല്ലായിടത്തും കിട്ടും വാങ്ങിക്കാനായിട്ട്. ആൾക്കാരൊക്കെ അതൊക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവാണ്. ഇതാ കണ്ടില്ലേ, ഒരു വലിയ ഗണേശ വിഗ്രഹം കൊണ്ടുവന്നു. ഒന്നല്ല കേട്ടോ, ഇത് 2 എണ്ണം ഉണ്ട്. അപ്പൊ ദേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണ് കേട്ടോ. എവിടെയാടാ വന്നേക്കുന്നേ? സൂവില് എന്തൊക്കെയാ ഉള്ളത്? അങ്ങനെ ഏവ ആദ്യമായിട്ട് സൂവിൽ പോയിട്ട് എല്ലാ ആനിമൽസിനെയും കാണാൻ പോവാണ് നേരിട്ട്. ഏവ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഏവ എപ്പോഴും കളിക്കുന്നത് കളിപ്പാട്ടത്തിലൂടെയും ഫോട്ടോയിലൂടെയും വീഡിയോയിലൂടെയൊക്കെ മാത്രം കണ്ടിട്ടുള്ള ആനിമൽസിനെയൊക്കെ ഇവിടെ വെച്ച് ഇപ്പൊ കാണാൻ പോവാണേ, അല്ലേ?
തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. അതെ, ഇൻഡോർ സൂ അല്ലെങ്കിൽ ചിടിയാഘർ എന്ന് പറയും ഇവിടെ. ഇതിന് നമ്മള് പക്ഷികളുടെ വീട് എന്നാണ് അർത്ഥം. ഇതിന് നോർമലായിട്ട് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ചിടിയാഘർ എന്നാണ്. അതെ, നമ്മൾ ആദ്യം ഇവിടെ വന്ന സമയത്തൊക്കെ നമ്മൾ പറയുന്നത് ചിടിയാഘറിൽ പോവാന്ന് പറയുന്നത്. ഇതിന് പറയുന്ന പേര് ചിടിയാഘർ എന്നാണ്. വെള്ളം പോകുന്നുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമുക്ക് ടിക്കറ്റ് എടുക്കാം അവിടുന്ന്. അവിടെ ടിക്കറ്റ് ഘർ, അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കാം. അതെ, ഞാൻ പോയി ടിക്കറ്റ് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. 60 രൂപയായി ടിക്കറ്റിന്. ഇപ്പം 2 വയസ്സിൽ കൂടുതലുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 20 രൂപയുടെ ടിക്കറ്റ് ആവുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഏവക്കുട്ടന് ഇപ്പം 4 വയസ്സാകാൻ പോകുന്നല്ലോ. അപ്പം ഏവക്കുട്ടന് 20 രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. അങ്ങനെ 60 രൂപയ്ക്ക് നമുക്ക് 3 പേർക്കൂടെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അകത്ത് കയറി കാണാം. നല്ല തിരക്കാണ്. ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് എപ്പോഴും ഇവിടെ തിരക്കാണ്. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ നേരത്തെ അമ്മമാർ 2 പേര്, എൻ്റെ അമ്മയും വിനോദിൻ്റെ അമ്മയും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. ചിലപ്പോൾ ഇവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ ഉള്ള വേറെ സിറ്റിയിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നവരാണ്. അതെ, അവർ വന്നിട്ട് ഇവിടെ ഒക്കെ കാണും. അല്ലെങ്കിൽ വേറെ നാട്ടിൽ നിന്ന് ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് വന്നവരാണല്ലോ. അതെ, അതേപോലെ പുറത്തുള്ളവരാണ് കൂടുതൽ ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് പോയിട്ട് കാഴ്ചകളൊക്കെ കാണാം. നല്ല തിരക്കാണ്. നമ്മൾ പറയുന്നത് തന്നെ കേൾക്കുമെന്ന് അറിയത്തില്ല. മാക്സിമം മുറുക്കെ പറയാൻ ശ്രമിക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ മൈക്കും കാര്യങ്ങളും ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഇല്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾക്ക് മനഃപൂർവ്വം അതിങ്ങനെ അത് കുത്തണം. പിന്നെ അത് ഇച്ചിരി ചടങ്ങായതുകൊണ്ട് ഞങ്ങൾക്ക് മനഃപൂർവ്വം അങ്ങനെ ഒഴിവാക്കുന്നതാണ്. ഇനി പുതിയ എന്തെങ്കിലും ഈസി ആയിട്ടുള്ള നമുക്ക് നോക്കണം, കണ്ടുപിടിക്കണം. പെട്ടെന്ന് എന്തായാലും ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമുക്ക് എന്തായാലും അകത്തോട്ട് പോയിട്ട് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇൻഡോർ സൂവിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ എൻട്രൻസിലേക്ക് എടുക്കാൻ പോവാണ്. ഇവിടെ ടിക്കറ്റ് കാണിക്കണം. 3 പേരുടെ ഇല്ലേ? താങ്ക് യു. സോ ഇവിടെ ടിക്കറ്റ് അവർ സ്കാൻ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് പോവാം. ഏവയ്ക്ക് എന്തിനാ ആദ്യം കാണണ്ടേ? ഇതാ ആനയുടെ ഫോട്ടോ കണ്ടോ? അതാ അവിടെ എലിഫന്റ് കണ്ടോ? എവിടെ? ആ, ഇവിടെ ലിൻഡോ ഉണ്ട്. ഇതാ വലിയൊരു പരുന്തിന്റെ ഒരു ഫോട്ടോ വെച്ചേക്കുന്നല്ലേ? അത് ഫോട്ടോ അല്ലല്ലോ, അത് പ്രതിമയല്ലേ. അപ്പം അമ്മയൊക്കെ വന്ന സമയത്ത് നമ്മൾ ഇവിടെ വെച്ച് അവരുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കി അതിൽ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വീഡിയോസൊക്കെ എടുത്ത് അവിടെ കൊണ്ടുചെല്ലുമ്പോൾ അവർക്കും ഇതൊക്കെ കാണാം. കാരണം ഒരു വട്ടം വന്നു പോയ സ്ഥലമല്ലേ. അപ്പം അവർക്കും ആ ഒരു കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതേ നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ മുഴുവൻ പക്ഷികളുടെയൊക്കെ സൗണ്ടാണ് കേൾക്കുന്നത്. ശരിക്കും ഒരു ആർട്ടിഫിഷ്യൽ കാട് പോലെ അവർ സെറ്റ് ചെയ്തേക്കാണ്. ഇതിനുള്ളിലേക്ക് വരുമ്പോൾ ഒരു വല്ലാത്ത പോസിറ്റീവ് വൈബാണ് കേട്ടോ. ഭയങ്കര ഒരു എന്ന് പറയുന്നത് ഭയങ്കര പീസ്ഫുൾ ആണ് നമ്മുടെ മൈൻഡ്. അങ്ങോട്ട് മാറിയ ഇവിടെ എല്ലാം കിളികളാണ്. ചിടിയാഘർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചിടിയാഘർ തന്നെയാണ്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ സീബ്ര ഉണ്ട് കേട്ടോ. സീബ്രയെ ഞങ്ങളും ആദ്യമായിട്ടാണ് നേരി കാണാൻ പോകുന്നത്. നേരിട്ട് ഇതുവരെ നമ്മൾ സീബ്രയെ കണ്ടിട്ടില്ല. 355 കിലോ വരെ ആകും സൈസ്. പിന്നെ 35 വർഷം മുതൽ 40 വർഷം വരെ അതിന്റെ അല്ലേ? സീബ്ര കണ്ടോ? ഇത് കാണിച്ചു തരട്ടെ. ഇതേ അങ്ങോട്ട് മാറിയിരിക്കുന്നത്. വാവ്, എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. ഞാനാണെങ്കിൽ സീബ്ര ലൈൻ അല്ലാതെ ഇതുവരെ സീബ്ര കണ്ടിട്ടില്ലായിരുന്നു. എന്തായാലും ഇന്ന് നേരിട്ട് കാണാൻ പറ്റി. ഏവ കണ്ട് കേട്ടോ. ആ, ഇത് കിളി തത്തയുണ്ടോ അവിടെ? ഇത് തത്ത. തത്തയും പ്രാവും അണ്ണാനും കൂടെ ഒരുമിച്ച്. അവരെല്ലാരും കൂട്ടുകാരാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാരും ഒരുമിച്ചാണ്. വളരെ സഹകരണ മനോഭാവത്തോടു കൂടി ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, അതെ, അവിടെ ഒരു സീബ്ര നിപ്പുണ്ട് കേട്ടോ. അതിന്റെ ഇടയിൽ ഞാൻ ഇപ്പഴാ കണ്ടതോ. അവിടെ നിപ്പുണ്ട്. ഇവരെല്ലാരും കൂടെ ഒരു കൂട്ടിലാണേ. ശരിക്കും ചിടിയാഘർ തന്നെയാണ്. അണ്ണാനൊക്കെ ഇങ്ങനെ നമ്മുടെ തൊട്ട് കീഴ് കഴിഞ്ഞ് ഇങ്ങനെ ഓടി നടക്കുന്നത്. ഇതിനകത്ത് ഇങ്ങനെ ചങ്ങല ഇട്ടേക്കുവാണേ നിറയെ. ചങ്ങലയൊക്കെ ഇങ്ങനെ വലിച്ചു മാറ്റിയിട്ട് പോകണം. നല്ല ഭാരമുള്ള ചങ്ങലയാണ്. കാരണം പക്ഷികളൊക്കെ പറന്നു പോയിരിക്കാനാണ് തോന്നുന്നു. അയ്യോ, എന്തൊരു ഭാരമായിരുന്നേ. ഓ വാ, ആ രണ്ടെണ്ണം ഇരിക്കുന്നത്. ഓ, ഇതില് പൈസ കൊടുത്ത് കയറിയില്ല, ഒരു തെറ്റുമില്ല. അത്രയ്ക്ക് അടിപൊളി. ഇതാ അവിടെ ഉണ്ട്. ഇതോ അങ്ങോട്ട് നോക്ക്, എല്ലാരും ഉണ്ട് ഇവിടെ. അതെ, ഓഹോ, എനിക്ക് ഇങ്ങനെ ഇവരുടെ കൂടെ ഇങ്ങനെ ജീവിക്കാൻ തോന്നും കാണുമ്പോഴത്തേക്ക്. എന്നെ കൂടെ അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്. മക്കാവാണോ അത്? മക്കാവ്.
അങ്ങോട്ട് പോകാൻ നോക്ക്. വാ, ഇവിടെ മക്കാവ് കണ്ടോടാ. വാവ്, ഇതുകൊണ്ട് അവിടെ അങ്ങോട്ട് നോക്ക്. അങ്ങോട്ട് പോവാ. എങ്ങോട്ടൊക്കെ നോക്കണം അറിയിച്ചില്ല. നമ്മൾ എന്തിനെങ്കിലും ഒക്കെ മിസ് ചെയ്യും മിക്കവാറും. ഇവിടെ ഫിഷ് ഒക്കെ ഇട്ടേക്കുന്നു. ദേണ്ടേ മീമി ഉണ്ടടി ഇവിടെ. ഇത് നോക്ക്, കണ്ടോ ഇതിനകത്ത് അണ്ണാനൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നു. ചെറിയ ചെറിയ ഇങ്ങനെ പോണ്ടൊക്കെ സെറ്റ് ചെയ്ത് അതിൽ കഴിഞ്ഞ് വെള്ളമൊക്കെ ഇങ്ങനെ പോകുന്നു. വാവ്, അണ്ണാൻ ദേണ്ട പറഞ്ഞ മോളിൽ കഴിഞ്ഞ് തത്തിപ്പിടിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് കണ്ടോ കൂട്ടാ? ഓ എനിക്ക് വയ്യ. ഏവക്കൂട്ടൻ കാർട്ടൂണിൽ കണ്ടിട്ടുള്ള TV കണ്ട എല്ലാം ഇവിടെ ഉണ്ടല്ലേ. ശരിക്കും ഇപ്പൊ ഏവക്കൂട്ടനാണോ അതോ ഞാനാണോ ഇത്ര എക്സൈറ്റഡ് ആയിട്ടുള്ളത്? ഏവക്കൂട്ടാ, വാവ്, ഇതെന്തോ ഇത്? ഇതിന്റെ മുഖം കണ്ടിട്ട് ശരിക്കും മറ്റേ പരുന്തിനെ പോലെ ഉണ്ട് ഇതിനെ കണ്ടിട്ട്. എന്തോരം ഉണ്ടാകാന്ന് നോക്കിയേ, ഇഷ്ടം പോലെ ഉണ്ടാറുണ്ട്. തത്ത ഇവിടെ ഇവിടെ ഇവിടെ. വാവ്, ഹലോ. കിളിയിരിക്കുന്നുണ്ടോ? അത് ഇങ്ങോട്ട് നോക്കതേ. ഇവർക്കെല്ലാം ഇപ്പൊ ആരെയും പേടിയൊന്നുമില്ല കേട്ടോ. അതെ, ആൾക്കാരൊക്കെ അടുത്തിങ്ങി വരുവാണേ, ഒന്നിനും പേടിയൊന്നുമില്ല. ഇതിനിടയിലൊക്കെ ഇരിപ്പുണ്ട്. പൂപ്പുണ്ട്, പൂപ്പൂന്ന് വെച്ച് കഴിഞ്ഞാൽ മുയല്. എവിടെ പൂപ്പൂന്നാ പറയുന്നതിന്. ഒരാളിരുന്ന് ഉറങ്ങുമോ ഇവിടെ ഇരുന്ന്? ഓ, നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണേ, അതുകൊണ്ട് ആ ഒരു സന്തോഷത്തിലങ്ങ് പറയുന്നതാണ് ഓരോ കാര്യങ്ങളും. ഇഷ്ടമായി, എനിക്ക് ഇഷ്ടമായി, എല്ലാരെയും ഇഷ്ടമാട്ടോ. എനിക്ക് എല്ലാരും ഇഷ്ടമാ. ഭയങ്കര മഴ വരുന്നുണ്ട്, ഭയങ്കര മഴ. ഇവിടെ എങ്ങാനും നിന്ന് കഴിഞ്ഞാൽ കുറച്ച് മഴ നനയാൻ നിൽക്കാൻ പറ്റും ഈ ഭാഗത്ത്. അതെ, അതുകൊണ്ടാ നിൽക്കുന്നു. ഓട് ഓട്, വേഗമേ ഓടി ഓടി കാണാം, ഓടി ഓടി കാണാം. എല്ലാരും ഭയങ്കര ചിലയാണ്. മഴ വരാൻ പോകുന്നതിന്റെ ആ ഒരു സന്തോഷമാണെന്ന് തോന്നുന്നു. മോളിൽ കൂടെ പറക്കുന്നുണ്ട് ഇതിന്റെ. ഇത് അവിടെ ഒരു പാരറ്റ് ഇരിപ്പുണ്ട്. ഇത് ഇവിടെ ഇരിക്കുന്നു. ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. എത്ര എണ്ണം കാണുമായിരിക്കും ഏകദേശം? അയ്യോ, കണ്ടിട്ടും മതിയാവുന്നില്ല. ഇപ്പോഴാണ് ശരിക്കും ചിടിയാകാറെന്നുള്ളത്. ഇത് ഇവിടെയും പൂപ്പുണ്ട്. എന്താ കണ്ടോ, പൂവിനെ ഇഷ്ടം. മൈനയുണ്ട്. മൈനയാണോ മാടത്തെയാണോ അത്? ഇതോ മൈനയാണോ മാടത്തെയാണോ ഇരിക്കുന്നത്? ഇതാ ഇരിക്കുന്നത്, കണ്ടായിരുന്നോ? അയ്യോ, മഴ വരാൻ പോകുന്നു ഭയങ്കര. മോളിൽ നിന്നുള്ള നല്ല വ്യൂ ആണ്, എല്ലാരെയും നല്ലോണം കാണാം. അടിപൊളിയാണ്. എന്തൊരു സന്തോഷമാണെന്ന് അറിയാമോ ഇത് നമുക്ക് കാണുമ്പോഴത്തേക്ക്. ശരിക്കും ഒരു നാച്ചുറൽ കാട് പോലെ തന്നെയാണ് ഇതിനുള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അവർക്ക് ഇതിനുള്ളിൽ ഇങ്ങനെ നല്ല ഫ്രീ ആയിട്ട് പറന്ന് കിടക്കുകയും ചെയ്യാം, ഭക്ഷണമൊക്കെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല കാഴ്ചകളും കാണാം. ഇതാ നോക്കി, എന്തോരോ വെറൈറ്റി പക്ഷികളാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇതാ ഒരു തത്തമ്മയെ കണ്ടോ, വളരെ സീരിയസ് ആയിട്ട് തിരക്കിട്ട് എങ്ങോട്ട് പോവാന്നാണ് തോന്നുന്നത്. നല്ല ഭംഗിയുണ്ട് ആ കുണുങ്ങിയുള്ള നടപ്പ് കാണാൻ. നമ്മുടെ അടുത്തോട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഏവക്കൂടെ ഭയങ്കര ഹാപ്പിയായി. അവൾ ഇത്ര അടുത്തൊക്കെ പക്ഷികളെയൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ്. ഇപ്പൊ അവൾക്ക് തിരിച്ചറിവൊക്കെ ആയി തുടങ്ങിയല്ലോ. ഈ ഒരു പ്രായത്തിൽ കാണാൻ തുടങ്ങുന്ന കാഴ്ചകളൊക്കെ ഇനി എന്നും ഒരു നല്ല മെമ്മറി ആയിട്ട് അവിടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. കഥകളിലും കാർട്ടൂൺ സ്റ്റോറികളിലും ഒക്കെ കണ്ട് ഇതൊക്കെ ഇപ്പൊ അവളുടെ കൂട്ടുകാരാണ്. ഇവിടെ ഇങ്ങനെ നമുക്ക് ബേഡ്സിനെയൊക്കെ കയ്യിലെടുത്തിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. വിനോദാണെന്നുണ്ടെങ്കിൽ എത്ര കൂളായിട്ട് അതിനെ ഇങ്ങനെ തോളിലേക്ക് എടുത്തേക്കുന്നത്. എനിക്കാണെങ്കിൽ ശരിക്കും പേടിയാണ്, പക്ഷെ ഇതിനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു ക്യൂട്ടാന്ന് നോക്കി. നല്ല അടിപൊളി കളറുമാണേ. വിനോദിന്റെ മാലയൊക്കെ കൊത്തി എടുക്കാൻ നോക്കുന്നുണ്ട്. നമ്മുടെ കൊള്ളാലോ നിന്നെ. അപ്പൊ ഇനി ഞാൻ എടുക്കാൻ പോണേ. എനിക്കാണെങ്കിൽ എന്റെ കാലിലെ നഖവും ചൂണ്ടും ഭയങ്കര പേടിയാ. അവിടെ മേത്തൊക്കെ എന്റെ കാലിങ്ങനെ കൊള്ളുന്നുണ്ട്. എല്ലാവരുടെയും മേത്ത് കേട്ടോ, ഭയങ്കര ഫ്രണ്ട്ലി ആണ് അവര്. ഇതാ ഒരു കയറ് കണ്ടോ, അതിലാണെന്നുണ്ടെങ്കിൽ ഊഞ്ഞാലിരിക്കുന്ന പോലെ കിളികൾ ഇങ്ങനെ ലൈനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല രസമാണ് അതിനെ കാണാൻ. കൊള്ളായിരുന്നേ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ശരിക്കും അവർക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നോണ്ട് മുകളിലോട്ട് നോക്ക്. വേണ്ടടിയോ ചേച്ചി, ഇവരാണെങ്കിൽ വലിയ ചങ്ങലയാണ്, ഒന്നും പറന്നു പോയിരിക്കാൻ. അതെ, കണ്ടില്ലേ, ഇത്രയും വലിയ ചങ്ങലയാ. അപ്പൊ ഇങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ നിന്ന് കിളികളൊന്നും പറന്ന് വെളിയിലേക്ക് പോകത്തില്ല. നമുക്ക് തന്നെ ഇറങ്ങാൻ പാടായിരുന്നു. മഴ പെയ്യാൻ തുടങ്ങി. ഇത് അവിടെ എന്തൊക്കെയാ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. ഇത് അങ്ങോട്ട് നോക്കണോ?
ഇതിനുള്ളിൽ ഫണ്ണി മിററാ, അപ്പം അതിൽ കയറുമ്പോൾ മഴയും നനയത്തില്ല, നമുക്ക് നമ്മളെ തന്നെ കണ്ട് കുറച്ച് നേരം ചിരിക്കാം. അന്യായ കോമഡി ആയിരിക്കും ഓരോന്നും നോക്കുമ്പോൾ അല്ലേ. ഇതാ ഇവിടുന്ന് നോക്കി തുടങ്ങിക്കോ. ഇതാ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ തോന്നും, പിന്നെ ഇതിൽ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ നിൽക്കും. വാവ്, എന്തൊരു വണ്ണം കണ്ടോ. ഇതിൽ നമ്മൾ തലയും കുത്തി നിൽക്കുന്ന പോലെ മുകളിലും താഴെ. ഇതൊരു നോർമൽ കണ്ണാടി പോലെ ഉണ്ട്. ഇതിലൊന്നും മനസ്സിലാകുന്നില്ല, രണ്ടായിട്ട് തോന്നുന്നു. ഇതെങ്ങനാണ്? ബോഡി മാത്രമേ ഉള്ളൂ, ഭയങ്കര നീളം തോന്നുന്നു. കൊള്ളാം. ഇതെങ്ങനാണ്? ഇത് നമ്മൾ കുള്ളനും കുള്ളത്തിയായിട്ടുണ്ട്, നീളം കുറവ്. ഇതോ ഇതിലിങ്ങനെ മെലിഞ്ഞുണങ്ങിയിരിക്കുന്നു. പിന്നെ ഇതോ ഇതും ഭയങ്കര വണ്ണം തോന്നുന്നു, നീളം കുറവ്, അങ്ങനെ അല്ലേ. വെറൈറ്റിയാണ്. ഇതിൽ നമ്മളെ പകുതിയായിട്ടേ കാണത്തുള്ളൂ. ഓ, ഇതിലോട്ട് നോക്കാൻ കൂടി പറ്റുന്നില്ല, തലവേദന എടുക്കുന്നു. ഇതെന്തോ ഇത്? എവിടെ മുടിയെല്ലാം നനഞ്ഞോ? ഏവയ്ക്ക് ഇഷ്ടമുള്ള കണ്ണാടി പോയി നോക്കാം. ഏവയ്ക്ക് ഇഷ്ടമുള്ള കണ്ണാടി നോക്കാം, അപ്പം അറിയാം ഏതാ നല്ലതെന്ന്. ഇത് കൊള്ളാം. ഇത് നോർമൽ കണ്ണാടിയാണോ? ഏവയ്ക്ക് നീളം വെച്ചല്ലേ ഇതില്. ഇത് നോർമൽ കണ്ണാടിയാ അല്ലേ? ഇത് കണ്ടോ, വീർത്തിരിക്കുന്നു. ഇത് കണ്ടോ, കുടുംബ നീളം തോന്നുന്നില്ല അതിനകത്ത്. ഇതിന് നല്ല നീളമൊക്കെ തോന്നുന്നുണ്ട്, കുറച്ച് സ്ലിം ആയിട്ടിരിക്കുന്നു. വാവ്, ഇങ്ങനെ ഇരിക്കാനാണ് എൻ്റെ സ്വപ്നം. എന്തെങ്കിലും ഇങ്ങനെ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് നീളമൊക്കെ തോന്നുന്നുണ്ട്, അടിപൊളി. ഇതെന്തോ? ഓ, ഇത് ശോകമാ. മഴ പെയ്യുന്നോ നല്ലതായിട്ട്? ഇതാ ഇവിടെ എന്തൊക്കെയുണ്ട്. ഏവക്കുട്ടനെ കണ്ടോ? ഏവയ്ക്ക് തന്നെ ആകെപ്പാടെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുക. എന്തോ ഇത് എല്ലാത്തിനും അവള് മാറി മാറി നോക്കുക. എല്ലാ ആൾക്കാരും വന്നിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് നോക്കിയോ. ഇത് കണ്ടോ, ഇത് കണ്ടോ? ഏവ വളർന്നോ? മോളോട്ട് നോക്കി. കണ്ടോ? ഇതിലെന്തുവാ? ഓ മൈ ഗോഡ്, ഇത് നോക്കിയിട്ട് കണ്ണുവേദന എടുക്കുന്നു. അല്ലേ? ഇത് നോക്കി, ഇങ്ങനെ മാറുമ്പോൾ നമ്മൾ രണ്ടായിട്ട് പിളർന്ന പോലെ തോന്നുന്നു. ഇതിലും ഭയങ്കര വണ്ണം തോന്നുന്നു. ഇത് കുള്ളൻ വരുന്നുണ്ടോ? കുള്ളൻ നിങ്ങൾ നോക്ക്. ഇത് കണ്ടോടെ കുട്ടാ, ഇസോൽ ഇന്ദുനെ കണ്ടോ? എമു ഇതോ അപ്പുറത്തും ഉണ്ട്, എന്തോ കളർഫുൾ ആയിട്ടുള്ള, നല്ല ഭംഗിയുണ്ടോ അതിനെ കാണാന്. അയിലിന്റെ ഒക്കെ പോലത്തെ തലയൊക്കെ ഉള്ള. പിന്നെ ഏവക്കുട്ടന് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് അപ്പീന എന്ന് പറഞ്ഞ് നടക്കുന്ന കുരങ്ങും കുഞ്ഞുങ്ങളല്ല, ഇത് ഇത്തരം കുരങ്ങുകളാണ്. അതിൻ്റെ ഇപ്പുറത്തും ഉണ്ട് വേറൊരു ടൈപ്പ് സിംഹവാലം കുരങ്ങിനെയൊക്കെ പോലത്തെ ഒരു കുരങ്ങ്. അത് കണ്ടില്ലേ? വാവ്, എന്തൊരു ഭംഗിയാന്ന് നോക്കി കാണാൻ. വാലും മുടി രോമങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നല്ലേ. നമ്മളിതാ കുഞ്ഞു കുരങ്ങന്മാരെയൊക്കെ കണ്ടിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴയാണ്. മഴ കൂടി, പിന്നെ നമ്മളിവിടെ നിൽക്കുകയാണ്. തലയെല്ലാം നനയുമായ ഇവിടെ എല്ലാവർക്കും ഒന്നത് പനിയൊക്കെ വന്നതല്ലേ, അപ്പം പിന്നെ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കൂടിയാലോ എന്ന് ഓർത്തിട്ട് നമ്മളിവിടെ തന്നെ നിൽക്കുകയാണ്. അതെ, നാട്ടിലും മഴയാണോ? നാട്ടിലും മഴയാണെന്ന് തോന്നുന്നു. മഴ ചെറുതായിട്ടൊന്ന് തുള്ളി വെച്ചപ്പോൾ നമ്മൾ ഇറങ്ങി ഇങ്ങനെ മഴ മാറുന്നവരെ നോക്കിയിരിക്കാനൊക്കെ. ഇവിടെ വെച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നത് കണ്ടോ. അതായത് സിംഹത്തിൻ്റെയും കുരങ്ങിൻ്റെയും കൂടെ നിന്ന് ഫോട്ടോ നമുക്ക് എടുക്കാന്നുള്ളതല്ല, അവർ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ തരും. നമ്മുടെ കയ്യിൽ ഒരെണ്ണം ഇരിപ്പില്ലേ പഴയത്. അപ്പം നമുക്കിനി പാമ്പുകളെ കാണാൻ വേണ്ടിയിട്ട് പോകാല്ലേ. അപ്പം അതിന് വേണ്ടി ടിക്കറ്റ് എടുക്കണം. ഇവിടെ 5 രൂപയാണെന്ന് തോന്നുന്നു ടിക്കറ്റിന്. അപ്പം നമ്മൾ ഇതിനുള്ളിലേക്ക് കയറാൻ ടിക്കറ്റ് എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ബേഡ്സിലേക്ക് കാണാനായിട്ട് നമ്മൾ ഏകദേശം
95 റുപ്പീസായിരുന്നു കൊടുത്തത്. ഇപ്പോൾ ഇനി പലതരത്തിലുള്ള സ്നേക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ കാണാനായിട്ട് പോകണമെങ്കിൽ നമ്മൾ 5 രൂപ വെച്ചിട്ട് നമ്മൾ 15 രൂപയെങ്കിലും കൊടുക്കണം ഇവിടെ. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ചില്ലറയില്ല, 20 രൂപയാണ് കൊടുത്തത്. അപ്പോൾ അവർക്ക് തിരിച്ചു തരാനായിട്ട് ചില്ലറയില്ല എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് സ്നേക്കുകളെ എന്തായാലും കണ്ടേ പറ്റും. അതുകൊണ്ട് നമ്മൾ 20 രൂപ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തു. തിരികെ വരുമ്പോൾ അവർ വാങ്ങിച്ചോളാനാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് മറന്നു പോയതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണോ? സോ ഇതിൻ്റെ ഉള്ളിൽ പാമ്പുകളുടെ വീടാണല്ലോ. അതെന്താണ് കാശാണോ? ഓ, എവിടെ കാശെന്ന് കാണിച്ച്. ഇത് എവിടെ കാശാണെന്നാ പറയുന്നത് കേട്ടോ. ഇവിടെ കൊടുക്കാനാണോ സൂവിൽ? ഓക്കെ. അപ്പോൾ നമുക്ക് പാമ്പുകളെ കണ്ടിട്ട് വരാം. ബാ. ഓ തെന്ന്. പക്ഷെ ഇവിടെ ടിക്കറ്റ് കൊടുക്കുക, എന്നിട്ട് നമുക്ക് പോവാം. ബാ. ഇവിടെ പലതരത്തിലുള്ള പാമ്പുകളുണ്ട്. അവരുടെ കാണാൻ പറ്റുമോ? ഓ, ഇതേതാണ്? കിങ് കോബ്രയാണ്. ഇതാ കണ്ടില്ലേ? കണ്ടായോ വെച്ച പാമ്പിനെ കണ്ടോ? പണ്ട് അമ്മമാരൊക്കെ ഇങ്ങോട്ട് വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ രാത്രി ഇതിനെയൊക്കെ കണ്ടിട്ട് പോയിട്ട് രാത്രി കിടന്ന് കരച്ചിലായിരുന്നു, സ്വപ്നമൊക്കെ കണ്ടിട്ട്. നമുക്കാണെങ്കിൽ ഏറ്റവും പേടിയുള്ള സംഭവമാണ് ഈ പാമ്പ് അതും ഇതൊക്കെ. ഇതിനെയൊക്കെ കാണുന്ന കൗതുകത്തോടല്ല, ശരിക്കും പേടിയോട് കൂടിയാണ് കാണുന്നത്. രാജവെമ്പാലയില്ലേ? രാജവെമ്പാലയെ കണ്ടോ? ഇതാണെന്നുണ്ടെങ്കിൽ മെയിലും ഫീമെയിലും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്ന മെയിലാണ്, ഈ കാണുന്നതാണ് ഫീമെയില്. പലതിനും കാണുന്നില്ല പാമ്പുകളെയൊന്നും, പലരെയും ഒളിച്ചിരിക്കണമെന്ന് തോന്നുന്നു. അതാ അവിടെ ഇറങ്ങുന്നുണ്ട് കണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് അവിടെ ആ പാറ കണ്ടോ, അവിടെ വൈപ്പർ. പിന്നെ ആ മരത്തിന്റെ മുകളിൽ തൂങ്ങി ഇറങ്ങുന്നുണ്ട്, അതാണ് പച്ചില പാമ്പ്. പച്ച കളറാണ്, ആ മരത്തിന്റെ അതേ കളറാണ് അതിന്. വലിപ്പം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത്രയ്ക്ക് വലുപ്പമാണ്. ഇതിനൊക്കെ എന്തായിരിക്കും ശരിക്കും കഴിക്കാൻ കൊടുക്കുന്നത്? ചുരുണ്ട് കൂടി ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് തന്നെ പേടി വരുന്നു. ഇതാ കണ്ടില്ലേ, അതിന്റെ സ്കിന്നിൽ എന്തൊക്കെയോ ഡിസൈനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഇങ്ങനെ ചെറുതായിട്ട്. ഇതാ നോക്കി. പിന്നെ ഇതാ ഇരിക്കുന്ന ആരാന്നറിയാമോ? അതാണ് ആനക്കൊണ്ട. കുഞ്ഞായിരിക്കുന്ന സമയത്ത് ആനക്കൊണ്ട മൂവിയൊക്കെ കണ്ടിട്ട് പേടിച്ച് വിറച്ച് കിടന്ന സമയമുണ്ട്. ഇപ്പൊ ആ സംഭവത്തിന് നമ്മൾ നേരിൽ കണ്ടോണ്ടിരിക്കുകയാണ്. ഇതിന് എന്തൊരു വലിപ്പമാണെന്ന് നോക്കി. അയ്യോ. പിന്നെ ഇവിടെ ഒരാൾ കിടക്കുന്ന കണ്ടില്ലേ? ഇതും അത്രയും തന്നെ വലിപ്പമുണ്ട്. അതുപോലെ തന്നെ യെല്ലോ കളറാണ്, സ്കിന്നിനൊക്കെ ഇങ്ങനെ ഡിസൈൻ പോലെ വന്നിരിക്കുന്നത്. തലയ്ക്ക് ഒരു ചെറിയ യെല്ലോ കളറാണുള്ളത്. എന്തെല്ലാം വ്യത്യസ്തമായ സംഭവങ്ങളാണല്ലോ ഈ ലോകത്തുള്ളത്. പിന്നെ മുതലക്കുട്ടന്മാര് കിടക്കുന്നുണ്ടോ? ആ കാണുന്നത് വെള്ള മയിലാണ്. വീണ്ടും നല്ലപോലെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് മാനുകളും മ്ലാവുകളൊക്കെ ഉണ്ട് അവിടെ അല്ലേ? അതെ. അവർക്ക് തോച്ച കൊണ്ടുവന്ന് ഇറക്കുവാണ്. എവിടെ കൊണ്ടുവരുന്നതെന്നൊന്നും അറിയത്തില്ല. അതിൽ കൂടുതൽ കാണും. ശരിക്കും എല്ലാം എന്താ വിശപ്പ് വേണ്ടിയിട്ട് പോച്ച കഴിച്ചോണ്ടിരിക്കും. മഴ പെയ്യുന്നോണ്ടായിരിക്കും എല്ലാരും ഇങ്ങനെ കയറി നിൽക്കുന്നത്. മഴ നനയാതിരിക്കാൻ. അപ്പം മഴ കാരണം നമ്മൾ ഇവിടെ കയറി നിന്നെയാണ്. ഇനി നമുക്ക് പോവാം. ചാറ്റമഴയുണ്ട്. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സമയം അങ്ങ് പോകും. ഇതിനകത്തും ക്രോക്കഡൈലാന്ന് തോന്നുന്നു. ഇതിലേക്കാച്ച് കയറിപ്പോവും. എൻ്റെ അമ്മ ഇതേ കിടക്കുന്നുണ്ടോ? എത്ര വലുതല്ലേ? ശരിക്കും നല്ല വലിപ്പമുള്ള എന്തോ ഇത്? ക്രോക്കഡൈൽ. ക്രോക്കഡൈൽ. അങ്ങോട്ട് പോയെടുക്കാം. അവിടെ ക്രോക്കഡൈൽ കിടക്കും. എന്തൊരു വലിപ്പമല്ലേ? അതെ. ഇവരൊക്കെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ ഉറങ്ങാം. അത് തന്നെ പണി. അനങ്ങുന്ന പോലെയല്ലേ? ചെറുതായിട്ട് പാറ പോലെ അങ്ങനെ കിടക്കുവാണ്. എന്താ പറഞ്ഞത്? ക്രോക്കഡൈൽ. പിന്നെ അത് അങ്ങോട്ട് നോക്കിയത്, അതാണ് ഹിപ്പോപ്പൊട്ടാമസ്. ഒരു ആനക്കുട്ടിയെക്കാട്ടിൽ വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നു അതിന് കണ്ടു കഴിഞ്ഞാൽ. കണ്ടോ കണ്ടോ? ലിൻഡു ആണോ? പിന്നെ ഈ സോംബി ലിൻഡു ആണോ? അപ്പൊ ഇതേ മാനുകളെ ഒന്ന് ഏവക്കുട്ടനെ നല്ലോണം കാണാൻ വയ്യ. അപ്പൊ അവളെ പൊക്കിയെടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്. ഒരുപാടുണ്ട് കണ്ടോ. മഴ ആയതുകൊണ്ട് അങ്ങോട്ട് അല്ലേ ചെറിയ ബുദ്ധിമുട്ട്. ഡ്രസ്സും എല്ലാം അഴുക്കാവും. എവിടെ കയ്യിൽ സ്റ്റിക്കർ കിട്ടിയിട്ട് എവിടെ ക്യാഷ് ആണെന്നും പറഞ്ഞ് അതുമായിട്ട് ഇങ്ങനെ നടപ്പാണ്. അതെ.
അപ്പൊ നമുക്ക് നടന്ന് അങ്ങോട്ട് പോയി. ഇവിടെ ഇഷ്ടം പോലെ കാണാനുണ്ട്. ഇവിടെ ഫോട്ടോസ് ഒക്കെ എടുക്കും ഇങ്ങനെ ഓരോ പിന്നെ മൃഗങ്ങളുടെ ഒക്കെ കൂടെ നിൽക്കുന്നേ. അത് എന്നിട്ട് അവർ AI ജനറേറ്റ് ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നല്ല രസമായിട്ട് തോന്നും. അത്രയുണ്ട്. പണ്ട് ടൈഗറുമായിട്ടൊക്കെ ഇരിക്കുന്നയോ അങ്ങനത്തെ ഒക്കെ. അതെ, മങ്കി ഇവിടെ ഉണ്ട്. മങ്കിയെ കാണിച്ചു തരാം. മങ്കിയാ, മങ്കി ഷോ ഒക്കെ ഉണ്ടെന്ന് തോന്നി ഇവിടെ. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ വെച്ചത്. നമുക്ക് കാണിച്ചു തരാം മങ്കികളെ. വീടിന്റെ അകത്ത് കണ്ടോ നോക്കി കൊടുക്കോ. അതെ, അവരിങ്ങോട്ട് ചാടി വരത്തില്ല. ഒരാള് കിടക്കുന്നു, ഒരാള് ഇവരിങ്ങോട്ട് വരത്തില്ല ചാടി. ഗാർഡൻ പോലെ അങ്ങനെ. ഇതിലെ അങ്ങോട്ട് പോണം. വെള്ളത്തിൽ കളിക്കല്ലേ. കാട്ടുപൂച്ച അല്ലേ? വാവ്, നമ്മുടെ ചെന്നായ എന്ന് പറയും, ഇന്ത്യൻ ചെന്നായ അല്ലേ? അതെ. ഏവയ്ക്കാണെങ്കിൽ അങ്ങോട്ട് ബഹളമാണ്. ഏവ ഒരെണ്ണത്തിന് ഒരു പ്രാവശ്യം ഇങ്ങനെ അടുത്തടുത്തോട്ട് പോണം. അപ്പൊ മഴയും കൂടെ ഉള്ളതുകൊണ്ട് ഒരുമാതിരി അലമ്പ് മൂടായിട്ടിരിക്കുവാണ്. അതെ, എടുക്കണം. ഇവിടെ എല്ലാം അഴുക്കായതാണ്. അവർക്ക് ഇങ്ങനെ ഈ വെള്ളത്തിലും അഴുക്കിലും ഒക്കെ ഇങ്ങനെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെൽക്കം ബിഗ് കാറ്റ് ഫാമിലി. ഇവിടെ അല്ലേ ടൈഗർ അല്ലേ? ടൈഗർ സിംഹം ഒക്കെ ഉള്ള ഇവിടെ. പിന്നെ എന്താ കൂട്ടാ അത്? അതിനെ കാണാൻ പറ്റില്ല, അതിനകത്തോട്ട് പോയേക്കോ. ഇത്രയുള്ള സാധനമൊക്കെയാണ് മനുഷ്യനെയൊക്കെ വന്ന് പിടിക്കുന്ന അറ്റാക്ക്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതെ, ഇതിനെയാണെങ്കിൽ അങ്ങോട്ട് കാണാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നല്ല ഹൈറ്റിലാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട്, അതിന്റെ മുകളിൽ കയറി നോക്കാം കാണാൻ പറ്റുമോന്ന്. എന്തോ അവിടെ ഉള്ളേ? എന്തോ ചെയ്തോണ്ടിരിക്കും. അങ്ങോട്ട് നടന്നു പോന്നു. അയ്യോ, എന്താ അത്? തീക്കറി. തീക്കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈഗർ. കുഞ്ഞിനിങ്ങനെ തീക്കറിന്നൊക്കെ അറിയത്തുള്ളൂ. കുഞ്ഞ് തീക്കറി, തീസ്തായി എന്നൊക്കെ പറയും. അതായത് തീസ്തായി, ചൊവ്വ. അതെ. അപ്പൊ നമ്മൾ നോക്കിയ ഒരു എന്താണ് ട്രീ ഹൗസ് അല്ലേ? ട്രീ ഹൗസ് അല്ല, ജസ്റ്റ് ഇങ്ങനെ ട്രീയുടെ അവിടെ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. നല്ല രസമുണ്ട് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ. എന്ത് വലിപ്പമുള്ളൊരു മരമാ. ടൈഗറിനെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാ അവിടെ നിൽപ്പുണ്ട് ടൈഗർ. അങ്ങോട്ട് ഞൂണ്ടി കാണിച്ചു. അപ്പൊ ഞാൻ അവിടെ സൂം ചെയ്യാം. കണ്ടോ? അവിടെ ടൈഗർ നടന്നു പോകുന്നുണ്ടോ? ടൈഗർ കണ്ടോ? ടൈഗർ നടന്നു പോകുന്നുണ്ടോ? ആൾക്കാരൊക്കെ ഉണ്ട്, ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തോണ്ടിരിക്കുക. ശരിക്കും നല്ല ഒരുപാട് ആൾക്കാരുണ്ട്. എത്ര മഴയായിട്ടും. അതെ, ഒരുപാട് വഴക്കമുള്ള മരമാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതെ, മതി. അങ്ങോട്ട് നടന്നു പോ. അച്ഛടെ കയ്യെ പിടിച്ചു നടക്കും. ഓഹോ, എന്റെ പൊന്നെ, നോക്കിക്കേ. കണ്ടോടാ ചാച്ചാ, അങ്ങോട്ട് പോയതോ കണ്ടോ? ഓടിയ പോന്ന പോക്ക കണ്ടു കഴിഞ്ഞാ ഉണ്ടല്ലോ പേടി വരും. 200 കിലോ വെയിറ്റ് ഉണ്ടല്ലേ? അതെ, ഇവിടെ നിപ്പുണ്ട് ആള്. 2 പേര് കേട്ടോ, 2 പേര്. എന്റെ പൊന്നെ, ഓ എന്താ കേട്ടാ? അവിടെ ടൈഗറിനെ കണ്ടോണ്ടിരിക്കുക അല്ലേ? കൊറേ ഉണ്ട്. 1 2 3 4 ഉണ്ട് കേട്ടോ. 5 ഉണ്ട്. 3-4 ഉണ്ട്. ഇത് ബംഗാൾ ടൈഗറാ. ഇത് അപ്പുറത്തൊക്കെ നിപ്പുണ്ട്. എന്തൊരു വലിപ്പമാണെന്ന് നോക്കിയേ. എനിക്കിവിടെ നല്ല ബഹളമാണ് ആൾക്കാരുടെയൊക്കെ ഫോട്ടോ എടുക്കാനും. ഞാൻ കണ്ടു. വാ, നമുക്ക് പോവാം. ഏവാ പോവാം. അതാ മഴ പെയ്ത് എല്ലായിടും വെള്ളമൊക്കെ ആയി കിടക്കുവാണ്. എത്രണ്ണ ഉള്ളല്ലേ? വാവ്, ഞാൻ നോക്കിക്കാം. നല്ല സൈസാണ്. ഇവിടെ ഫ്രണ്ട്സ് ഇങ്ങനെ ചെറിയ പെറ്റാന്നുള്ള രീതിയിലൊക്കെയാ ഓരോന്നൊക്കെ കാണിക്കുന്നത് കേട്ടോ.
ഏവ കരുത് ഏതാണ്ട് കുഞ്ഞു സാധനമാണ് ഈ പിന്നെ അവരുടെ വീട്ടിലുള്ള പൂച്ച പോലെ കണ്ടാണെന്ന് വരുന്നത്. അതെ, ടൈഗർ അതാ ഇതാന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഇവര് ഭയങ്കര ഡേഞ്ചറാണ് ഏതാ. ഇങ്ങനെ വിളിക്കുന്നതാ. ഇവിടാണ് ലയൺ ഉള്ളത്. വാ നോക്കാം. തോന്നോ അവിടെ ഇരിപ്പുണ്ട്. അതെ, അയ്യോ കേറിയിട്ട് ഇങ്ങോട്ട് ചാടുവോ? എന്തോ ഏവാ അത്? ലയോണിയാണോ? കുമ്മനനുണ്ടോ? ഓക്കെ, കുമ്മനനുണ്ടെന്നാ പറയുന്നത്. ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. എന്താ ഏവാ? എവിടെ ഇവിടെ എന്താ? നോക്കട്ടെ ആദ്യം നോക്കട്ടെ. അത് ചെറുതല്ലേ? അത് തിയേനിയാ പോന്ന. ഇത് അവിടെ ഉണ്ടായിരുന്നു. ഇത് വീട്ടിലുണ്ടായിരുന്ന കാണാതെ പോയത്. എവിടെ? ഇങ്ങോട്ട് നോക്കി ആദ്യം നോക്കട്ടെ. ഇങ്ങോട്ട് നോക്കി. വാവ്, ഏവയ്ക്കൊരു തൊപ്പി വാങ്ങിച്ചു. സ്വന്തമായിട്ട് തപ്പിയെടുത്തയാണേ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫുഡ് കോർട്ടും ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. അതേന്നാ തോന്നുന്നു. നോക്കട്ടെ ആദ്യം എന്തൊക്കെയാ ഉള്ളതെന്ന്. സോ ഫുഡ് ഓർഡർ കൊടുത്തല്ലേ? അപ്പം നമ്മളിവിടെ കൗണ്ടറുണ്ട്. കൗണ്ടറിൽ നിന്ന് നമ്മൾ ഫുഡ് എടുത്തിട്ട് ഇവിടെ കൊടുക്കണം. അതെ, നമ്മൾ എന്തൊക്കെയാ വാങ്ങിച്ചത് എന്ന് കാണിച്ചേ. ചൈനീസിൽ നിന്ന് നൂഡിൽസും പിന്നെ അവിടുന്ന് മാംഗോ ലസ്സിയും. കുറേ നാളായിട്ട് മാംഗോ ലസ്സി കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ? അപ്പം നമുക്കിത് അടിപൊളി നൂഡിൽസ് ഉണ്ടാക്കി തരുന്നുണ്ട്. അതെ, ഇത് റെസിപ്റ്റ് അല്ലേ മോനെ. ഇവിടെ ഇത് കൊടുത്താലേ ഫുഡ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ പുള്ളി നമുക്കിതാ നൂഡിൽസ് ഉണ്ടാക്കി തരും. ഇതാ മാംഗോ ലസ്സി വാങ്ങിയിട്ടുണ്ട് അല്ലേ? ഏവ കുടിച്ചു നോക്ക് എങ്ങനെയുണ്ടെന്ന്. കൊള്ളാവോ? നീ സാരി കുടിച്ചു നോക്കി എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? ഏവാ കുറച്ചും കൂടെ മാറിയിരിക്കാം. അവർ നൂഡിൽസ് ഉണ്ടാക്കി തരും നമുക്ക്. സൂപ്പറാണോ? സൂപ്പറാ അല്ലേ? ലസ്സി, അത് ലസ്സി. ഇതെന്താ വാങ്ങും? ഇത് ലസ്സി. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടല്ലേ? അപ്പോൾ ഇത് ഷാരി കഴിച്ചു നോക്കാൻ പോവാണ്. നൂഡിൽസ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ഇച്ചിരി സ്പൈസി ആണല്ലേ? എരിവ് ഇച്ചിരി കൂടുതലാണ്. ഏവയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം എരിയും. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ, ചെറിയ തണുപ്പത്ത്. എന്ത് അത് തരാൻ പോണീന് കേട്ടോ. കഴിച്ചു നോക്കത്. അതെ, ഹേവക്കുട്ടനാണ് ഇവിടെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. എരിവാന്ന് പറഞ്ഞ കാരണം പുള്ളിക്കാരിക്ക് കഴിക്കാൻ പേടിയാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല അടിപൊളി സ്മോക്കി ഫ്ലേവറൊക്കെയാണ്. ഇവർ അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിയാണ്. ഒരു തുള്ളി അഴുക്ക് പോലും എങ്ങും ആരും വലിച്ചെറിഞ്ഞിട്ടിട്ടില്ല. അപ്പൊ ഏവയ്ക്ക് ഇത് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് വേറെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം അല്ലേ? ഇപ്പൊ ഓർഡർ ചെയ്തിട്ടോ. ഇപ്പൊ ആയിട്ട് വാങ്ങിച്ചു തരും കേട്ടോ പൊന്നിന്. $100. ഇല്ല, എന്തോ ഓർഡർ ചെയ്തെന്തോ? 2 ലസ്സിയും പിന്നെ ഓക്കെ. ലസ്സി കൊള്ളാം അല്ലേ? ഓക്കെ. ഇതാ ഏവയ്ക്ക് ഇവിടെ ക്രീം റോള് വാങ്ങിക്കാൻ പോവാണ്. ഇതാണ് ക്രീം റോള്.
അപ്പോൾ ഏവക്കൂട്ടനെ നമ്മൾ ക്രീം റോൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലസ്സി വാങ്ങിക്കാൻ പോവാണ്. ലസ്സി ഞങ്ങൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഒരു ഭയങ്കര ചൂടാണ്, മഴ പെയ്യുന്നുണ്ടെങ്കിലും ചൂടെടുക്കുന്നുണ്ട്. ഇപ്പോൾ തണുത്തൊരു കാലാവസ്ഥയല്ല, ഇടയ്ക്കിടയ്ക്ക് മഴ തോരും, പക്ഷേ ചൂടുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലസ്സി ഇങ്ങനെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം. അതുകൊണ്ട് നമ്മൾ ഒരു ലസ്സിയും കൂടെ വാങ്ങിക്കാമെന്ന് കരുതി. നല്ല തണുത്ത ലസ്സി വേണം. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ് അവനെ കൊണ്ട് വേറൊരെണ്ണം നല്ല രീതിയിൽ തണുത്ത ലസ്സിയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ അതും എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇനി അതൊക്കെ കുടിച്ചിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. മഴ കാരണം നമുക്ക് ബാക്കി ആനിമൽസിനെ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ. ഓക്കെ ആണോ? തണുപ്പുണ്ടോ? ഓക്കെ ബാ. ഇവിടെ മഴയൊക്കെ പെയ്തേക്കുന്നുണ്ടേ, സ്ഥലമൊന്നുമില്ല. മരത്തിൽ നിന്നൊക്കെ ചെറുതായിട്ട് വെള്ളം വീഴുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെയൊക്കെ വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. പൊന്നിനെന്താ ഇത് ക്രീം റോള്? എല്ലാ ഫുഡും ഭയങ്കര എരിവാണ്. അതുകൊണ്ട് ഏവക്കൂട്ടന് നമ്മൾ ക്രീം റോളാണ് വാങ്ങിച്ചു കൊടുത്തത്. ഏവക്കൂട്ടൻ ക്രീം റോൾ കഴിക്കുക. എങ്ങനെയുണ്ട് ഏവക്കൂട്ടൻ? സൂപ്പറാണോടാ? സൂപ്പറാ. തൊപ്പിയൊക്കെ വാങ്ങിച്ച് തൊപ്പിയൊക്കെ വെച്ചോണ്ടായിരിക്കും നല്ല ക്യൂട്ടായിട്ട്. അതെ, ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാം എന്ത് വൃത്തിയാന്ന് നോക്കിയാൽ. ഇത്രയധികം ആൾക്കാർ വരുന്നതാണ്, ഇത്രയധികം സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു തുള്ളി വേസ്റ്റ് ആവട്ടെ, പേപ്പർ ആവട്ടെ, ഇവിടെ ടിഷ്യൂ പേപ്പറും കാര്യങ്ങളും ഒന്നും കൊടുക്കില്ല. നമുക്ക് കൈ കഴുകാനുള്ള സംവിധാനം മാത്രമേ ഉള്ളൂ. കിളി കിളി. അപ്പോൾ അതാ ഇതേപോലെ ഇങ്ങനെ മരത്തിൻ്റെ ചുറ്റിലും ഇങ്ങനെ ടേബിൾ ഇങ്ങനെ അടിച്ചിട്ടേപ്പുണ്ട്. അവിടെ നിന്നൊക്കെ കഴിക്കാം. സൂപ്പറാ. നല്ല തിരക്കാണ് ഈ മഴയായിട്ട് ഇവിടെ. നല്ല മതിയോ? ലസ്സി മതിയോ? ഇതാ ഞാൻ കുടിക്കട്ടെ. ഏവയ്ക്ക് മതി എന്നാ പറയുന്നത്. ആ ക്രീം മാത്രം തിന്നു, അതിൻ്റെ ഉള്ളിൽ ക്രീം എല്ലാം തിന്നിട്ട്. അപ്പോൾ ഇതേ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴത്തേക്ക് വീണ്ടും നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടേ. ഫുഡ് സോൺ ഇവിടുന്ന് നമ്മൾ കഴിച്ചത്. ഒരു തുള്ളി പോലും വേസ്റ്റ് എങ്ങും ഇല്ലാതാനും എന്ന് കരുതി അത്ര സ്റ്റൈലിഷ് ഒന്നുമല്ല. സൗന്ദര്യവും വൃത്തിയും രണ്ടും രണ്ടല്ലേ. അപ്പം സൗന്ദര്യമൊന്നുമില്ല കാണാൻ അത്ര, പക്ഷെ നല്ല വൃത്തിയാണ്. അപ്പം നമ്മൾ ബാഗിൽ ടിഷ്യൂ പേപ്പറും കാര്യങ്ങളൊക്കെ കരുതിയാണ് വന്നിട്ടുള്ളത്. അതൊന്നും നമ്മളെങ്ങും വലിച്ചെറിയത്തുമില്ല കേട്ടോ, നമ്മുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കും. അതെ, നല്ല മഴയാണ് കേട്ടോ. നമ്മൾ മഴ നനഞ്ഞുകൊണ്ടിരിക്കും. ഒന്നാമത് നമുക്ക് പനിയാണ്. മഴ പെയ്യുന്നതുകൊണ്ട് ഒരു കുടയങ്ങ് വാങ്ങിച്ചല്ലേ. ഇതിന്റെ ഉള്ളിൽ ഒരു ഷോപ്പ് ഉണ്ട്, അവിടെ കയറി കുട വാങ്ങിച്ചു. ആട്ടോയോ? ഇതിന് എത്ര രൂപയാന്ന് ചോദിച്ചു? എത്ര രൂപയെന്ന് ചോദിച്ചു? ശരി. ഇത് മൂസാണല്ലേ? ഫിൻലാൻഡില് നമ്മുടെ വണ്ടിയുടെ മുന്നിലൊക്കെ ചാടുന്ന ഇതാണേ. ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ബൈ പറ. നല്ല മഴയാണ്. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു കുട വാങ്ങിച്ചു. ഇത് അച്ഛൻ അടുത്ത് ഞങ്ങളുടെ അടുത്ത് ചേർന്നോടാ. അതെ, മഴയാന്നും പറഞ്ഞ് കുട വാങ്ങിച്ചു. കുട സ്ഥലമില്ല, ഒരു കുടയും കൂടെയാണ്. അതാണ് അവിടെ അടുത്ത് ഇല്ലാതാനും. പിന്നെ ഇപ്പം വീണ്ടും ഒരു ഷെഡിൽ കയറി ഇങ്ങനെ നിൽക്കുക. വണ്ടി വാങ്ങിച്ചു. എന്തായാലും എവിടെ വണ്ടിയെ കയറി പോകാന്ന് വെച്ചാൽ അതും നടക്കത്തില്ല. അല്ലേ വാ? എങ്ങനെ പോവും? എവിടെ വാ? ഇതെവിടെ സ്ഥലം? വല്ലതും അറിയാമോ കുഞ്ഞിന് സ്ഥലം എവിടാണ്? അച്ഛനും അമ്മയും കൂടെ ഉണ്ട്, അത്രേ അറിയത്തുള്ളൂ കുഞ്ഞിനല്ലേ. കുഞ്ഞിന് വെക്കേഷനാണോ? വെക്കേഷനാണ്. അപ്പോൾ ഇതേ പുള്ളിപ്പുലി കിടക്കുന്നുണ്ടോ. നമ്മൾ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നിങ്ങളെയൊക്കെ കാണാൻ വന്നതാണ്. കാരണം ഒരുപാട് നേരം ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ, കണ്ടിട്ട് അങ്ങ് പോവാന്ന് കരുതി. ദാ പുള്ളിപ്പുലിയാണ് അവിടെ കിടക്കുന്നത്. അപ്പം നല്ല മഴയത്ത് നമ്മൾ കൊടയും പിടിച്ചോണ്ട് സൂ കണ്ടോണ്ടിരിക്കുക. വന്നിട്ട് എല്ലാത്തിനെയും കണ്ടിട്ട് വേണ്ടേ പോവാൻ. ഇവിടെ ഒന്നും ഒരു വണ്ടി പോലും ഇല്ല കേട്ടോ. അതാ കുഞ്ഞു പറയുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരു വണ്ടി പോലും ഇല്ലാത്ത സ്ഥലം. എവിടാ കൊണ്ടുവന്നത് കുഞ്ഞിനെ? അവിടെ ഞങ്ങൾക്ക് വണ്ടി വരെ വാങ്ങിച്ചു. കണ്ടോ, വണ്ടിയുണ്ട് കയ്യിൽ, പക്ഷെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല ഈ സ്ഥലത്ത്. അത്ര സ്ഥലമാണ്. അതെ, വീട്ടിൽ പോയിട്ടില്ല. എല്ലാം വെള്ളം സർവത്ര. വാവ്, എന്താ അത്? ഏവക്ക് ഇഷ്ടമാണ് നൊർസുനെ കേട്ടോ. എവിടെ കാവറിയല്ലേ? കാവറി എന്ന് വെച്ചാൽ ഫ്രണ്ട്. എവിടെ ഫ്രണ്ടാന്നാ പറയുന്നത്. ഏവ നൊർസുനെ കാണാനാ വന്നത് ശരിക്കും. ഇവിടെ നൊർസുനെ ഭയങ്കര ഇഷ്ടമായി. ഇത് ഡാൻസ് കളിക്കുവാ കണ്ടോ? ആ അതെ, ഇതില്ലല്ലോ, കൊമ്പില്ലല്ലോ. ഡാൻസ് കളിക്കുവാണോ നൊർസു? നൊർസു ഡാൻസ് കളിക്കും. ഉണ്ടില്ല. എങ്ങനെ കളിക്കുന്നത്? ഡാൻസ് കറേ, ഡാൻസ് മഴയത്ത്. കണ്ടോ, നല്ല ഡാൻസ് കളിക്കുന്നുണ്ട്. ഏവയ്ക്കറിയോ ഡാൻസ് കളിക്കാൻ? ആനയെ കാണുവാണോ?
നല്ല രസമുണ്ടേ. കളിക്കുവാണോ അതോ അങ്ങനെയാണോ? എൻജോയ് ചെയ്യുവാണോ? കൊള്ളാല്ലേ? അപ്പൊ ആരാ ഡാൻസ് കളിക്കുന്ന ഏവക്കൊട്ടം നോക്കിക്കൊണ്ടിരിക്കുകയാണോ? ആടാടാണോ പാടുന്നത്? ഓക്കെ. ആടാടല്ലേ, ഇത് ആനയല്ലേ? എലിഫന്റിയ. ഹാപ്പി ഹാപ്പി എലിഫന്റ്. ഓക്കെ. ഏവക്കൂട്ടന് ഈ പ്രായത്തിൽ ഇതെല്ലാം പെട്ടെന്ന് മനസ്സിലാവും. എല്ലാത്തിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ സമയമാണ് മൃഗങ്ങളെയൊക്കെ. അതെ, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസും അതും ഇതൊക്കെയുള്ള ഒരു സമയം. അവർക്ക് ഭയങ്കര കൗതുകം ഉള്ള സമയമാണ് ഇത്. നർസ് വരുന്നുണ്ടോ? ഹായ് കൊടുക്കുക. ഹായ്. ഇനി ഇവിടെ ഉള്ള ആരാന്നറിയാവോ? കരടി, കർഹു. എവിടെ എന്താ ഉള്ളേ? കർഹു, കർഹു, ബാലു, കരടി. ബേബിയാണ്. അത് എലിഫന്റ്. ഇതെന്തുവാടാ ഏവക്കൂട്ടാ? കർഹു. കരടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനിഷിൽ കർഹു എന്നാണ്. അതുകൊണ്ട് ഏവക്കൂട്ടൻ കർഹു കർഹു എന്ന് പറയുന്നത്. അത് വാ തുറക്കുന്നുണ്ടോ? അത് അയ്യോ എന്തോരം വാ തുറന്നറിയാവോ? ടാറ്റ കൊടുക്കടാ ചോച്ചാ. ടാറ്റ, ബൈ ബൈ. ഇതൊരു മഴയാണ്. മഴ പെയ്തെല്ലാം കുളമായി. അതെ, എല്ലാം കുളമായി. നനഞ്ഞ് വാരി കേറിന്ന് കുഴഞ്ഞ് നനഞ്ഞ് ഇത്രയും വലിയൊരു പണി. എന്തായാലും എല്ലാ ദിവസവും അങ്ങ് പെർഫെക്റ്റ് ആയിട്ടും പോകരുത്. ഇങ്ങനെയൊക്കെ പോണല്ലോ അല്ലേ? മേലെല്ലാം അതെ, ഫുൾ അലമ്പാണ്. അപ്പൊ എന്തായാലും നമുക്ക് സൂയിൽ നിന്ന് ഇറങ്ങാം. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇന്നത്തെ ദിവസം ഒത്തിരി കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മള് കാറ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ സൂ ഒക്കെ കണ്ടു കഴിഞ്ഞ് ഇനി നമ്മള് പോവാണ്. അതെ, നമ്മൾ ക്യാബ് ബുക്ക് ചെയ്ത് ഇനി നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോകണം. പിന്നെ അവിടെ ഒരു ചർച്ചിൽ പോകാനുണ്ട്. ഷാരി പണ്ടൊക്കെ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകുന്ന ചർച്ചായിരുന്നു അല്ലേ? അപ്പോൾ അവിടെ ഒന്ന് പോകണം. ആ, ചെറുതായിട്ട് മഴ ഇപ്പോഴേ ചാറുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ട് മാറി നിൽക്കാം. അപ്പോൾ ആ ഒരു ക്യാബ് വന്നു കഴിഞ്ഞാൽ അവർ വിളിക്കും ഇവിടെ എവിടെങ്കിലും. എന്നിട്ട് അതിൽ കയറി പോവാം. എന്താ? ഓക്കെ. ഇങ്ങനൊരു ദിവസമാണെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല. എല്ലാ എൻജോയ്മെൻ്റ് അല്ലേ? വണ്ടി പോരും. വണ്ടി വന്നാൽ ഉടനെ പോവാം കേട്ടോ. അപ്പോൾ ഇൻഡോർ സൂ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.